Hi students, welcome to LND. Today we are doing the exercise questions of page number 163. 163 പേജിൽ ഒന്നും രണ്ടും വരയ്ക്കാനുള്ളതാണ്, അതിപ്പോൾ ചെയ്യുന്നില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ തുടങ്ങാം. Prove that the tangents drawn to a circle at the two ends of a diameter are parallel. ഉണ്ട്, ഫിഗർ ഒന്നും ടെക്സ്റ്റ് തന്നിട്ടില്ല. ഒരു സർക്കിള്, ടു ടാൻജൻസ്. Prove that the tangents drawn to a circle at the two ends of the diameter ആണ് സെന്റർ. ഡയമീറ്ററിന് എൻഡിൽ കൂടെ പോകുന്ന രണ്ട് ടാൻജൻസ്, ഇത് രണ്ടും പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി ഹിയർ, ടാൻജന്റ് ആൻഡ് റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ അല്ലേ. ഡയമീറ്റർ ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ ടാൻജന്റ് ഈസ് പെർപെൻഡിക്കുലർ. എന്താണ് ആ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ ടാൻജന്റ്. അപ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കില്ല. നമുക്കിവിടെ മുകളിലോട്ട് ഒരു പേര് കൊടുക്കാം. പി ക്യു, ഇവിടെ ആർ എന്ന് കൊടുക്കാം, ഇവിടെ എസ് എന്ന് കൊടുക്കാം. അതുപോലെ ഇവിടെ 90 ഡിഗ്രി അല്ലേ, 90 ഡിഗ്രി. ടാൻജന്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. Therefore we can write angle OSR equals 90 degree. Angle, similarly angle OPS equals 90. Adding angle OSR plus angle OPS equals 90 plus 90 equals 180 degree. Okay. ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ ഇത് രണ്ടും കോഇൻറ്റീരിയർ ആംഗിൾസ് ആയിരുന്നു. Coincident angles supplementary, therefore the lines are parallel. So since this is 180 supplementary, these are cointerior angle, therefore we can say that the tangent lines are parallel. That is, SP is parallel to RQ. Okay, വളരെ സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫിഗർ ഒന്നും വരച്ചിട്ടില്ല, ചോദ്യം തന്നെ. വാട്ട് സോർട്ട് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് ഫോംഡ് ബൈ ദ ടാൻജൻസ് അറ്റ് ദ എൻഡ്സ് ഓഫ് ടു പെർപെൻഡിക്കുലർ ഡയമീറ്റേഴ്സ് ഓഫ് എ സർക്കിൾ? പെർപെൻഡിക്കുലർ ഡയമീറ്റേഴ്സ്. വാട്ട് സോർട്ട് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഫോംഡ് ബൈ ദ ടാൻജൻസ് അറ്റ് ദ എൻഡ്സ്. അപ്പോൾ ഇതിന്റെ എൻഡിൽ കൂടെ ടാൻജൻസ് വരയ്ക്കുകയാണ്. പെർപെൻഡിക്കുലർ ഡയമീറ്ററിന്റെ എൻഡിൽ കൂടെ ടാൻജൻസ് വരയ്ക്കുകയാണ്. നമുക്കിന് പേര് കൊടുക്കാം, ABCD എന്ന്. ഇത് ഏത് തരം ക്വാഡ്രിലാറ്ററൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ O കൊടുക്കാം, സെന്റർ ABCD. ഇതിനൊക്കെ നമുക്ക് പേര് കൊടുക്കണ്ടേ? P Q R S. ഇവിടെ നോക്കിക്കേ, ഇത് എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. പിന്നെ 90 90 90 എല്ലാം 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. നോക്കിക്കേ, അപ്പം ടാൻജന്റ് ഫ്രം എക്സ്റ്റേണൽ പോയിന്റ് AP and AS, they are equal. PB and QB are equal. CQ and RC are equal. DR and DS are equal. That we can write AP is equal to AS. AP is equal to AS. PB is equal to BQ. CQ is equal to CR. DR equals DS. എല്ലാം ഈക്വൽ ആണെന്ന് കിട്ടി. നമുക്ക് ഇനി ആഡ് ചെയ്യാം. ഏതൊക്കെ ആഡ് ചെയ്യാൻ?
ഓപ്പോസിറ്റ് സൈഡ്സ് നമ്മൾ ആഡ് ചെയ്ത് നോക്കിയാലോ. എ ബി പ്ലസ് സി ഡി. എ ബി എന്ന് പറയുന്നത് എ പി പ്ലസ് പി ബി. എ പി എന്ന് പറയുന്നത് ഏതാണ്? എ എസ്. പി ബി എന്ന് പറയുന്നത് എന്താണ്? ബി ക്യു. സി ഡി എന്ന് പറയുന്നത് എന്താണ്? സി ഡി ഇവിടെ നോക്കിക്കേ. സി ഡി സി ആർ പ്ലസ് ഡി ആർ. സി ആർ ഏതിന് ഈക്വൽ ആണ്? സി ക്യുവിന് ഈക്വൽ ആണ് അല്ലേ? ഡി ആർ ഏതിന് ഈക്വൽ ആണ്? ഡി എസിന് ഈക്വൽ ആണ്. ഇവിടെ നോക്കി എ എസ് പ്ലസ് ഡി എസ് നമുക്ക് ആഡ് ചെയ്യാം. എന്താ കിട്ടും? എ എസ്. ഓക്കെ, എ എസ് പ്ലസ് ഡി എസ് നമുക്ക് എ ഡി കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തേ. ബി ക്യു പ്ലസ്, ഇനി ബാക്കി അപ്പുറത്തോട്ട് എഴുതാം. എ ബി പ്ലസ് സി ഡി ഈക്വൽസ് എ എസ് പ്ലസ് ബി ക്യു പ്ലസ് സി ക്യു പ്ലസ് ഡി എസ്. എ എസ് പ്ലസ് ഡി എസ് ഇത് കിട്ടും? എ ഡി കിട്ടും. പ്ലസ് ബി ക്യു പ്ലസ് സി ക്യു ഇത് കിട്ടും? ബി സി കിട്ടും. അപ്പം ഇതേ നമുക്ക് എന്താ എഴുതാം? എ ബി പ്ലസ് സി ഡി ഈക്വൽസ് എ ഡി പ്ലസ് ബി സി. നോക്കിക്കേ, ഓപ്പോസിറ്റ് സൈഡ്, സം ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ. ഓക്കെ, എ ബി പ്ലസ് സി ഡി is equal to എ ഡി പ്ലസ് ബി സി. Therefore, opposite sides are equal. Opposite sides are equal. Therefore, ABCD is a square. ABCD is a square. Okay. ഇത്രേ ഉള്ളൂ. അപ്പം 2 ക്വസ്റ്റ്യൻ വരയ്ക്കാനുള്ളതുകൊണ്ട് ചെയ്തില്ല. ഈ 2 ക്വസ്റ്റ്യനോട് എക്സസൈസ് തീർന്നു. ലെറ്റ് മീ വൈൻഡ്. വിൽ കണ്ടിന്യൂ ദ റിമൈനിങ് എക്സസൈസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ.